എനിക്ക് 2 എലികളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 2 എലികൾ താമസിച്ചിരുന്നു. ഇവർക്ക് 7 മക്കളായിരുന്നു. പേരെയും പൊന്നുപോലെ നോക്കുകയായിരുന്നു നമ്മുടെ എലികൾ. അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു. ഒരു ദിവസം, കുട്ടികളെ, അച്ഛനും അമ്മയും പുറത്തു പോയി ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. അതുവരെ വികൃതിയൊന്നും കാട്ടാതെ നല്ല കുട്ടികളായി ഇരിക്കണം. അച്ഛനും അമ്മയും അല്ലാതെ ആര് വന്നാലും വാതിൽ തുറക്കരുത്, കേട്ടല്ലോ? ശരി അമ്മേ. അമ്മ എനിക്ക് വരുമ്പോൾ മുന്തിരി കൊണ്ടുവരണേ. നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാം. അങ്ങനെ അവർ കുട്ടികളെ വീട്ടിലാക്കി ഭക്ഷണം അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു. ഓ, ക്ഷീണിച്ചു. ഒരാഴ്ചയിലേക്കുള്ളതായില്ലേ, ഇനി വീട്ടിലേക്ക് പോകാം. ഇളയവൻ മുന്തിരി വേണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ചപ്പുറത്ത് ഒരു തോട്ടമുണ്ട്. നമുക്കവിടെ വരെ ഒന്ന് പോയി നോക്കാം. വരൂ. അങ്ങനെ അവർ മുന്തിരിത്തോട്ടം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് അതുവഴി ഒരു മുയൽ നടന്നു വന്നത്. അല്ല, ആരിത്? 2 പേരും കൂടി ഇതെങ്ങോട്ടാ? മക്കൾക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ ഇറങ്ങിയതാ. നീ എവിടെ പോയതാ? ആണോ? എന്നാൽ എന്റെ വക ഒരു സഞ്ചി ക്യാരറ്റ് ഇരിക്കട്ടെ. ഞങ്ങളുടെ തോട്ടത്തിൽ ഇന്ന് വിളവെടുപ്പായിരുന്നു. നിങ്ങൾ ഇനി എങ്ങോട്ടാ? ഇളയവന് കുറച്ച് മുന്തിരി വേണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ചപ്പുറത്ത് ഒരു തോട്ടമുണ്ടല്ലോ, അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ആണോ? എന്നാൽ സൂക്ഷിക്കണേ. ആ തോട്ടത്തിലെ കാവൽക്കാരൻ ആ കള്ള കുറുക്കനാ. അവന്റെ കണ്ണിൽ പെടാൻ നിൽക്കണ്ട. ഞാൻ അവനെ പേടിച്ച് അപ്പുറത്തെ വയലിലൂടെയാണ് വന്നത്. ആണോ? എന്നാൽ നമുക്ക് തിരിച്ചു പോകാം, അതാണ് നല്ലത്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. അവൻ മുന്തിരിക്ക് വേണ്ടി കുറെ ആയി പറയുന്നു. എന്തായാലും ഈ വഴി പോകണ്ട, അവൻ മുന്നിൽ തന്നെ കാണും. ഞാൻ വന്ന വഴി പോയാൽ തോട്ടത്തിന്റെ പുറകുവശം എത്തും. അവിടെ നിന്നും നിങ്ങൾക്ക് മുന്തിരി ശേഖരിക്കാം. ഇതും പറഞ്ഞു മുയൽ വീട്ടിലേക്ക് നടന്നു. അവർ മുന്തിരിത്തോട്ടം ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്നാണ് എലികൾ കുറുക്കനെ കണ്ടത്. അയ്യോ, കുറുക്കൻ! ഇനി എന്ത് ചെയ്യും? ഓടരുത്. ഓടിയാൽ അവൻ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും. ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. അല്ല, ആരിത്? കുറുക്കേട്ടനോ? ഞങ്ങൾ എത്ര നേരമായി അന്വേഷിച്ചു നടക്കുന്നുവെന്നോ അല്ലേ? അതെ അതെ, ഇപ്പോഴെങ്കിലും കണ്ടത് നന്നായി. അല്ലേ ചേട്ടാ? ഇവരെന്തിനാണാവോ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? നിങ്ങളൊക്കെ സാധാരണ എന്നെ കണ്ടാൽ ഓടാറല്ലേ പതിവ്. ഓ, എന്ത് പറ്റി? അത് പിന്നെ ഞങ്ങൾക്ക് കുറുക്കേട്ടന്റെ ഒരു സഹായം വേണം. എന്റെ സഹായമോ? വേദനിപ്പിക്കാതെ തട്ടണമെന്നാവും. അത് ഞാൻ ഏറ്റു. ഇതിലും ഭേദം അതാണ്. അതെന്ത് പറ്റി? അപ്പൊ സംഗതി സീരിയസ് ആണല്ലേ? അതെ, ഞങ്ങൾ കുറെ കാലം ഒന്നിച്ച് ജീവിച്ചു. ഇനി വയ്യ, മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ഇങ്ങേരുടെ കൂടെ ഇനി ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശരി ശരി, എന്നിട്ടും നിങ്ങൾ ഒരുമിച്ചാണല്ലോ ഇപ്പോഴും നടപ്പ്. എല്ലാം കൂടി അങ്ങോട്ട് ചേരുന്നില്ലല്ലോ. അത് പിന്നെ മക്കളെ നോക്കണ്ടേ? അവർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ വന്നതാണ് ഞങ്ങൾ. കൂടെ കുറുക്കേട്ടനെയും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി. എന്നാൽ പറ, എന്താ നിങ്ങളുടെ പ്രശ്നം? ചേട്ടനറിയാലോ, ഞങ്ങൾക്കാകെ 7 മക്കളാണുള്ളത്. അതിൽ 4 പേരെ എനിക്കും 3 പേരെ ഇവൾക്കും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് പറ്റില്ലത്രേ. അവൾക്ക് 4 പേരും വേണമെന്ന്. ഈ തർക്കം തീർക്കാനാണ് ഞങ്ങൾ കുറുക്കേട്ടനെ തിരഞ്ഞു വന്നത്. അതെങ്ങനെ? അമ്മക്കല്ലേ മക്കളിൽ കൂടുതൽ അവകാശം. എനിക്ക് 4 പേരെയും വേണം. കുറുക്കേട്ടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അതെങ്ങനെ ശരിയാകാനാണ്? നമ്മൾ ആണുങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. കുറുക്കേട്ടൻ പറ. കുറുക്കേട്ടൻ കാട്ടിലെ വിവരമുള്ള ആളല്ലേ. ഈ തർക്കം എങ്ങനെയെങ്കിലും തീർത്തു തരണം. കുറുക്കൻ ഇത് കേട്ട് ആകെ കുഴങ്ങി. ഇതെന്ത് ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോൾ എലിയച്ചൻ വീണ്ടും പറഞ്ഞു,
കുറുക്കേട്ടാ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ മാളത്തിലേക്ക് പോകുന്നു. 7 കുട്ടികളോടും മര്യാദയ്ക്ക് അച്ഛന്റെ കൂടെ വരാൻ പറയുന്നു. എന്നിട്ട് അപ്പോ അവർ അച്ഛന്റെ കൂടെ വരില്ലെന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമാവില്ലേ? അതൊന്നും വേണ്ട. ഇനി ഞാൻ പറയാം. എനിക്ക് നിങ്ങളുടെ മാളത്തിൽ പോയി എല്ലാ കുട്ടികളെയും കാണണം. അവരെ കണ്ടിട്ട് ഞാൻ തീരുമാനിക്കും എങ്ങനെ വീതം വെക്കണമെന്ന്. 2 മുതിർന്ന മുയലുകളും 7 മുയൽക്കുട്ടികളും. എന്തായാലും ഇന്നത്തെ കണി കൊള്ളാം. നല്ല കുശാലായ സദ്യ. അങ്ങനെ കുറുക്കൻ എലിയുടെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ അവ എലിയുടെ വീടിനടുത്തെത്തി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്. അമ്മയായ ഞാൻ ആദ്യം പോയി മക്കളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അച്ഛനായ ഞാനാദ്യം പോകും. അല്ല, ഞാൻ പോകും. അല്ല, ഞാനാദ്യം പോകും. ഓ, നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാതെ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പിരിയുന്നത് തന്നെയാണ് നല്ലത്. ആദ്യം അമ്മ പോയി സംസാരിക്കട്ടെ. കുറുക്കനെയും എലിയച്ഛനെയും പുറത്തു നിർത്തി എലിയമ്മ അകത്തേക്ക് പോയി. കുറെ നേരം കഴിഞ്ഞു, ആരും പുറത്തു വന്നില്ല. അപ്പോൾ എലിയച്ഛൻ പറഞ്ഞു, ഇത് ചതിയാണ്. അവൾ മക്കളെ പറഞ്ഞു മയക്കുകയാണ്. ഇനി ചിലപ്പോൾ അവർ പുറത്തു വരുമ്പോൾ അമ്മ മതിയെന്ന് പറയും. അല്ലെങ്കിലും ഈ സ്ത്രീകൾ ഭയങ്കര സൂത്രക്കാരാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. കുറുക്കനും അത് ശരിയാണെന്ന് തോന്നി. അവൻ മുയലച്ഛനെ അകത്തു പോകാൻ സമ്മതിച്ചു. എലിയച്ഛൻ വേഗം വീടിനകത്ത് കയറി വാതിലടച്ചു. കുറുക്കൻ പുറത്തു കാത്തുനിന്നു. നേരം കുറെ കഴിഞ്ഞിട്ടും ആരെയും പുറത്തു കാണുന്നില്ല. കുറുക്കൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, അല്ല, എന്തായി കാര്യങ്ങൾ? നിങ്ങൾ വേഗം പുറത്തു വരണം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പോൾ മാളത്തിനകത്ത് നിന്ന് മുയലച്ഛൻ വിളിച്ചു പറഞ്ഞു, വളരെ നന്ദിയുണ്ട് കുറുക്കേട്ടാ. കുറുക്കേട്ടനെ കണ്ടതോടെ ഞങ്ങളുടെ വഴക്ക് തീർന്നു. ഇനി കുറുക്കേട്ടൻ കാത്തു നിൽക്കേണ്ട, തിരികെ പൊയ്ക്കോളൂ. ഇളിഭ്യനായ കുറുക്കൻ വേറെ ഇരയും തേടി പുറപ്പെട്ടു. ജോമി, ജോമി, ഇവിടെ വന്നേ. എന്താ ഡാഡി വിളിച്ചത്? നീ പപ്പയുടെ മൊബൈലിൽ ടോക്ക് ടോക്ക് ഇൻസ്റ്റാൾ ചെയ്തോ? അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അവളിപ്പോ ടോക്ക് ടോക്കിലെ സ്റ്റാർ അല്ലേ? ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ മോളെ? സോറി ഡാഡി. ഡാഡി എന്നെ വഴക്ക് പറഞ്ഞാലോ എന്ന് കരുതിയാ ഞാൻ പറയാഞ്ഞത്. ഹേയ്, സോറി ഒന്നും പറയണ്ട. നിന്റെ കഴിവുകൾ പുറത്തേക്ക് കാണിക്കുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ അതെന്താണെങ്കിലും ഡാഡിയോടും മമ്മിയോടും പറയണം. പറഞ്ഞിട്ടേ ചെയ്യാവൂ. ഓക്കെ? എവിടെ വീഡിയോസ് ഒക്കെ ഡാഡി ഒന്ന് കാണട്ടെ. ശരിക്കും കാണണോ? എന്നാൽ ആ മൊബൈൽ എടുത്ത് ക്യാമറ ഒന്ന് ഓണാക്കിയേ. കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം. അയ്യോ കാക്കേ പറ്റിച്ചേ. ഇനി ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് കാണിച്ചു തരാം എത്ര ലൈക്കും കമന്റും ആണ് കിട്ടിയതെന്ന്. എഡിറ്റും ചെയ്തു, അപ്ലോഡും ചെയ്തു. ഇനി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ? ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ 500+ വ്യൂസ് ആയി. ഇന്നൊരു 10 മിനിറ്റിനുള്ളിൽ 1K+ ആകും. കൊള്ളാലോ. വെൽ ഡൺ മൈ ഗേൾ. ജോമി, നീ ഇതുവരെ റെഡി ആയില്ലേ? സമയം എത്രയായെന്നറിയോ? വേഗം പോയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കി. സ്കൂളിൽ പോകാനുള്ളതല്ലേ? 1 മിനിറ്റ്, ഇപ്പൊ റെഡിയാവാം. ജോമി, മൊബൈൽ തന്നേ. ഡാഡിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. 1
മിനിറ്റ് ഡാഡി പ്ലീസ്, ഇപ്പൊ തരാം. നിന്റെ ടോക്ക് ടോക്കിലുള്ള കളി കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യും കേട്ടോ. വേഗം എഴുന്നേറ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്ക്. എന്ത് പറ്റി ജോമി? എന്താ ഒരു സങ്കടം? എനിക്ക് ടോക്ക് ടോക്കിൽ ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ അത്രയും വ്യൂസ് ഇപ്പോൾ ഇടുന്ന വീഡിയോക്ക് കിട്ടുന്നില്ല. ലൈക്കും കുറവാ. അതെന്താ? അത് നീ കഥയും പാട്ടും കവിതയും മാത്രം വെച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാ. എന്നെ കണ്ടുപഠിക്കും. ഞാൻ ഫിലിം റിവ്യൂസും ട്രോൾ വീഡിയോസും ചെയ്തല്ലേ ഒറ്റയടിക്ക് 2 മില്യൺ വ്യൂസ് ഉണ്ടാക്കുന്നത്. എന്ത് 2 മില്യൺ വ്യൂസോ? ജോമിയ, ടോമി, സ്റ്റാൻഡ് അപ്പ്. സംസാരമൊക്കെ പുറത്ത്. സംസാരിക്കുകയാണെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇരിക്കണ്ട, മനസ്സിലായോ? സോറി മിസ്. ജോമി എവിടെ? അവിടെ റൂമിൽ മൊബൈലും പിടിച്ചിരിപ്പുണ്ട്. ഞാൻ എത്ര നേരമായിന്നറിയോ വിളിക്കുന്നു. കഴിക്കുകയും വേണ്ട, പഠിക്കുകയും വേണ്ട. ഇന്ന് അവളുടെ ടീച്ചർ വിളിച്ചിരുന്നു. ക്ലാസ്സിൽ നിന്ന് അവളെയും ടോമിയെയും പുറത്താക്കിയെന്ന്. എന്തിന്? അവളും ടോമിയും കൂടി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ലൈക്സിനെയും ഷെയറിനെയും കഥ പറഞ്ഞിരിക്കുകയായിരുന്നെന്ന്. ആഹാ, വന്നു വന്ന് ക്ലാസ്സിലും ശ്രദ്ധിക്കാതെ ആയോ? എല്ലാം ഞാൻ ഇപ്പൊ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ചന്തുവിനെ തോൽപ്പിക്കാനാകില്ല മക്കളെ. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചവരുണ്ട് പലരും, പല വട്ടം. മതി, എല്ലാം ഇതോടെ നിർത്തിക്കോണം. ആദ്യം പഠിത്തം. എനിക്കറിയാം നീ കഴിവുള്ള കുട്ടിയാണെന്ന്. പക്ഷേ അത് വെറും ലൈക്കിന് വേണ്ടി മാത്രമാവരുത്. അങ്ങനെയായാൽ നിനക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. ടോക്ക് ടോക്ക് ഇല്ലാതെ ഞാൻ എങ്ങനെ എന്റെ കഴിവുകൾ പുറത്തെടുക്കും? നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിന്റെ കഴിവുകൾ പുറത്തെടുക്കാനാണ് സ്കൂളിൽ ആനുവൽ ഡേ പോലുള്ള പ്രോഗ്രാംസ് വെക്കുന്നത്. അതിൽ പങ്കെടുത്ത് വിജയിക്കുക. അതിൽ നിനക്ക് റിയൽ ഓഡിയൻസിനെയും ഫോളോവേഴ്സിനെയും കിട്ടും. അത് മാത്രമാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടാവുന്നത്. ഐ ആം സോ സോറി ഡാഡി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി.
ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. മുത്തശ്ശി, ഇവിടെ ഉറുമ്പ് കടിച്ചു. ആണോ? എന്നിട്ട് തട്ടിക്കളഞ്ഞില്ലേ? ഓ, അതൊക്കെ എപ്പോഴോ പോയി. മുത്തശ്ശി, ഈ ഉറുമ്പുകൾ എന്തിനാ നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് തന്നെ കൂടുണ്ടാക്കുന്നത്? എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് മക്കളെ. മുത്തശ്ശി, എന്നാൽ ഇന്ന് ഉറുമ്പുകളുടെ ഒരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ നമുക്ക് അപ്പുറത്തിരിക്കാം. പണ്ടൊരിടത്ത് കുറച്ച് ഉറുമ്പുകളും ഒരു തവളയും ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും ഉറുമ്പുകൾ എവിടെ നിന്നെങ്കിലും ധാന്യമണികൾ ശേഖരിച്ചു കൊണ്ടിരുന്നു. അവരാ ജോലി വളരെ അച്ചടക്കത്തോടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ തവളക്കുട്ടനാകട്ടെ മഹാമയനും അലസനുമായിരുന്നു. ദിവസം മുഴുവനും ഉറങ്ങിയും പാട്ടുപാടിയും നാളെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ കളിച്ചു രസിച്ചും അവൻ ജീവിതം ആസ്വദിച്ചു. ഒരു ദിവസം ഒരു ഉറുമ്പ് അവന്റെ വീടിന് മുന്നിലൂടെ ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്നു. അപ്പോൾ തവള ഉറുമ്പിനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കഷ്ടപ്പാട് എന്ന് തീരും? എന്നും ഈ ധാന്യമണികൾ ചുമന്നുകൊണ്ട് പോകാനാണ് നിന്റെയൊക്കെ വിധി. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ തലയും താഴ്ത്തി നടന്നുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. തവള തന്റെ അലസത മാറ്റിയില്ല. അവൻ കുളത്തിൽ നീരാടിയും ഉറങ്ങിയും പാട്ടുപാടിയും ദിവസങ്ങൾ ചെലവഴിച്ചു. എന്നാൽ ഉറുമ്പുകളെല്ലാവരും കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ട ഭക്ഷണം തങ്ങളുടെ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒരു ധാന്യമണി തലയിൽ വെച്ച് പോവുകയായിരുന്ന ഉറുമ്പ് അതിന്റെ ഭാരം താങ്ങാനാവാതെ നിലത്ത് വീണു. ക്ഷീണിതനും മുറിവേറ്റതുമായ ഉറുമ്പിനെ സഹായിക്കേണ്ടതിന് പകരം തവള ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉറുമ്പ് വിഷമത്തോടെ ചോദിച്ചു, ഹേ തവളക്കുട്ട, ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ എന്നെ ഒന്ന് സഹായിക്കാമോ പ്ലീസ്? ഓ, പിന്നെ നിന്നെ സഹായിക്കലാണല്ലോ എന്റെ പണി. പോയെ പോയെ, എനിക്ക് ഒരുപാട് പണികളുണ്ട്. എന്ത് പണി? അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. പോയെ പോയെ. ഇത് കേട്ട ഉറുമ്പിന് സങ്കടം വന്നു. അവനൊന്നും പറയാതെ ധാന്യമണി വീണ്ടും തലയിൽ എടുത്തു വെച്ച് നടന്നുപോയി. ഓ, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? അതവിടെ ഇട്ടിട്ട് വാ. നമുക്ക് രണ്ട് കളിയൊക്കെ കളിച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ട് എൻജോയ് ചെയ്ത് പോകാം. എന്താ? ഞങ്ങൾ തണുപ്പ് കാലത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചു വെക്കുകയാണ്. നീയും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്കും ഉപകാരപ്പെടും. അതൊക്കെ മഞ്ഞുകാലം വരുമ്പോഴല്ലേ, അപ്പോൾ ചിന്തിച്ചാ പോരെ. ഇപ്പോഴേ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു ഉറുമ്പ് അവിടെ നിന്നും നടന്നു നീങ്ങി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. വേനൽക്കാലം പോയി മഞ്ഞുകാലം വന്നു. തവളയ്ക്ക് വിശക്കാൻ തുടങ്ങി. എന്നാൽ വീട്ടിനുള്ളിൽ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോയാൽ എന്റെ കഥ ഇതോടെ തീരും. എനിക്ക് വിശക്കുന്നേ. അയ്യോ, ആ ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അന്ന് അവൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തരുകയും ചെയ്യാം. എന്താ? സോറി ഡിയർ, ഇവിടെ ആർക്കും നിങ്ങളുടെ പാട്ട് കേൾക്കണ്ട. എല്ലാവർക്കും ഉറങ്ങാൻ സമയമായി. ഓക്കേ, പാട്ട് കേൾക്കണ്ടെങ്കിൽ വേണ്ട. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് വിശക്കുന്നു. 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചില്ലേ? ഇല്ല. അപ്പോൾ വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുകയായിരുന്നു? എനിക്ക് ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു. പാട്ട് പാടിയും കിടന്നുറങ്ങിയും ഞാൻ സമയം നശിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ ഭക്ഷണം ശേഖരിക്കാൻ. എന്നിട്ട് നീ അത് ചെയ്തില്ല എന്നത് മാത്രമല്ല,
ചെയ്യുന്ന എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നോക്കി. നീ വരുന്ന മഞ്ഞുകാലത്തെ പറ്റി ചിന്തിച്ചില്ല, അതല്ലേ ശരി? ശരിയാണ്, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായി. അങ്ങനെ തന്റെ തെറ്റ് മനസ്സിലാക്കിയ തവളയ്ക്ക് നല്ലവരായ ഉറുമ്പുകൾ ഭക്ഷണവും ചൂടും കൊടുത്തു. അവർ നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു. സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നു പറഞ്ഞാൽ എന്താണ് മുത്തശ്ശി? തവള വേനൽക്കാലത്ത് ഭക്ഷണമൊന്നും ശേഖരിക്കാതെ കളിച്ചു നടന്നില്ലേ? മഞ്ഞുകാലം വന്നപ്പോഴോ തവള പട്ടിണിയായി. അതാണ് പറഞ്ഞത്. ആരോഗ്യമുള്ളപ്പോൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്തു വെച്ചാൽ ആപത്ത് കാലത്ത് നമ്മൾക്കത് സഹായകരമാകും.